ഇനി ഒരു വിശദമായ പ്രസംഗത്തിന് പ്രസക്തിയില്ല. എന്നാലും ഏതാനും ചില വാക്കുകൾ മാത്രം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നിപ്പോൾ ലോകമെമ്പാടും അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ വെനസ്വേലയ്ക്ക് നേരെയുള്ള കടന്നാക്രമണത്തിനായ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ അമേരിക്കൻ തലസ്ഥാനത്തുൾപ്പെടെ വാഷിംഗ്ടൺ DC ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും ഉള്ള സമാധാനകാംക്ഷികളായ ജനങ്ങൾക്ക് ഈ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ഈ കാലത്തൊക്കെ ശക്തമായ പ്രതിഷേധമുണ്ട്. പക്ഷേ ഇന്ന് അമേരിക്ക ലോക പോലീസ് അന്നുകൊണ്ട് ലോകത്തെവിടെയും കടന്നു കയറാനും അവരുടെ സാമാജിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അവർക്ക് യാതൊരു തടസ്സവുമില്ല എന്നുള്ള സ്ഥിതിയാണുള്ളത്. ലോക ജനതയെന്തായാലും ഈ അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ നിലകൊള്ളുമ്പോൾ തന്നെ അമേരിക്ക എന്ന് പറയുന്ന ഈ ഏറ്റവും വലിയ ലോകത്തെമ്മാടിയായ ഈ സാമ്രാജ്യത്വ തലവന് ലോകത്തെവിടെയും ഏതു രാജ്യത്തും കടന്നു കയറാൻ യാതൊരു തടസ്സവുമില്ല എന്നുള്ളതാണ് സാഹചര്യം. എന്താണ് കാര്യം? കൂടുതൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ന് ലോകത്തൊരു സോഷ്യലിസ്റ്റ് സംവിധാനം ഇല്ല എന്നുള്ള ഏറ്റവും വലിയൊരു ശൂന്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ഈ തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾക്ക് ഏറ്റവും വലിയ കാരണം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സോവിയറ്റ് യൂണിയന്റെ സോഷ്യലിസ്റ്റ് ശൈലി സുശക്തമായി നിലകൊണ്ട കാലത്ത് അമേരിക്കയ്ക്കോ ബ്രിട്ടനോ ഫ്രാൻസിനോ ഇങ്ങനെ ഒരു സ്വതന്ത്ര പരമാധിക രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ കടന്നു കയറാൻ കഴിയുമായിരുന്നില്ല. കാരണം സോവിയറ്റ് യൂണിയൻ നയം പ്രഖ്യാപിച്ചിരുന്നു. മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ അമേരിക്കയോ സാമ്രാജ്യ ശക്തികളോ ഇടപെട്ടു കഴിഞ്ഞാൽ അത് സ്വന്തം കാര്യത്തിൽ ഇടപെട്ടതായി കണക്കാക്കിക്കൊണ്ട് അതിനെ നേരിടുമെന്ന് സ്റ്റാലിന്റെ കാലത്തെ സോവിയറ്റ് യൂണിയൻ അതിന്റെ ഏറ്റവും സുശക്തമായ സോഷ്യലിസ്റ്റ് നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാലത്ത് അങ്ങനെയൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി, അങ്ങനെ നയം സ്വീകരിക്കുകയുണ്ടായി. അമേരിക്കയ്ക്ക് ആ കാലത്ത് ഒരു ചെറിയൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ പോലും ഇടപെടാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അന്ന് അങ്ങനെ സാധ്യമായത് സോവിയറ്റ് യൂണിയനെയും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ നേരെ ലോകമെമ്പാടും സുശക്തമായ സ്വാധീനമുള്ള ഒരു സമാധാന പ്രസ്ഥാനം വന്ന് നിലനിന്നിരുന്നു എന്നുള്ളതാണ്. നേരിട്ട് യുദ്ധം നടത്താൻ കഴിയാത്തൊരു സാധനം അന്ന് ശീതയുദ്ധം എന്നാണ് വിളിച്ചിരുന്നത്. ഒരു ഭാഗത്ത് അമേരിക്കൻ സാമ്രാജ്യത്തിന് നേതൃത്വമുള്ള അമേരിക്കൻ സാമ്രാജ്യത്തിന് ചേരിയും മറുഭാഗത്ത് സോവിയറ്റ് യൂണിയൻ നേതൃത്വമുള്ള സോഷ്യലിസ്റ്റ് ചേരിയും ഇങ്ങനെ ലോകരുടെ രണ്ട് തുല്യ ശക്തികളുടെ ചേരികളായി നിൽക്കുന്ന കാലം അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ മറ്റ് സാമ്രാജ്യ ശക്തികൾക്കോ ഇടപെടാൻ കഴിയാത്ത സമാധാനം അടിച്ചേൽപ്പിക്കപ്പെട്ട ലോക സാഹചര്യം അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിലായാലും ഇറാഖിലായാലും സിറിയയിലായാലും അങ്ങനെ ഇപ്പോൾ വെനസ്വേലയിലായാലും മറ്റ് സ്വതന്ത്ര പരമാധിക രാജ്യങ്ങളുടെ മേൽ ആക്രമിച്ച് കടന്നുകയറി അവരുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ അവരുടെ കമ്പോള താല്പര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ വഴിയില്ലാത്ത സാഹചര്യം സൃഷ്ടിച്ചത്. അപ്പോൾ വീണ്ടും ഒരു സുശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവൻ സാമ്രാജ്യത്തെ വിരുദ്ധ ദിശയിൽ സമാധാനകാംക്ഷികളായ ജനങ്ങളെല്ലാം ഓരോ രാജ്യങ്ങളിലും ഓരോ പ്ലാറ്റ്ഫോമുകളായി അണിനിരക്കണം. ലോകമെമ്പാടും സുശക്തമായ ഒരു സാമ്രാജ്യത്തിന് സമാധാന പ്രസ്ഥാനം വളർന്നു വരേണ്ടിയിരിക്കുന്നു. അത് മാത്രമാണ്